Milma Amritagosham 2025 powered by Devon Foods, Mighty Future in association with KSFE. നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗർ ആണ് ഇവിടെ പാടാൻ വരുന്നത്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അഞ്ജു ജോസഫ്. സ്നേഹമായി തൊട്ടു നിൻ കൈകൾ നീ മൂളും പാട്ടിൽ മുങ്ങി നീ നീട്ടും മുത്തം വാങ്ങി ആരും കാണാതുള്ളിനുള്ളിൽ താളം തുള്ളും നീറൻ സ്വപ്നങ്ങൾ എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങിനി വർന്നോട്ടെ നാടോടി പോന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി കണിക്കൊന്നു പൂ മണിക്കമലണിഞ്ഞും പൊളിയിലെ കര കസവും കൊണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ കണിക്കൊന്നു പൂ മണിക്കമലണിഞ്ഞും പൊളിയിലെ കര കസവും കൊണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടിച്ചിങ്ങനെ തോൽക്കും ഇളനീരിൻ തീരാ എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങിനി വർന്നോട്ടെ കാണാ കുരുവി പാടി മംഗളം നാളെ മാംഗല്യം താമരപ്പൂ തുമ്പി പോലെ ചന്ദനക്കുളിരിൽ നീരാടാൻ പെൺകിടാവേ നീ വരുമ്പോൾ നെഞ്ചിലെ താലപ്പൊലി വേണം അരയെന്ന് തൂവലിലണിയാൻ അണിമഞ്ഞിൻ തുള്ളികൾ വേണം നാണം മൂടും കണ്ണൊന്നിയതാനാരും കാണാ കാർമുകിലിൻ മഷി വേണം എള്ളോളം നുള്ളിയെടുത്തോട്ടെ മണിക്കമലണിഞ്ഞും പൊളിയിലെ കര കസവും കൊണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ കണിക്കൊന്ന പൂ മണിക്കമലണിഞ്ഞും പൊളിയിലെ കര കസവും കൊണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടിച്ചിങ്ങനെ തോൽക്കും ഇളനീരിൻ തീരാ മധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടെ മാറോളം മുങ്ങിനി വർന്നോട്ടെ മാറോളം മുങ്ങിനി വർന്നോട്ടെ. Thank you so much. So happy to be a part. പാട്ടെന്ന് പാടിയെന്നാണോ അതോ പാട്ടെന്നാണോ ഉദ്ദേശിച്ചത്? PART രണ്ടും തന്നെ സെയിം തന്നെയാണ്. പാട്ടിലും പാടി. ഒരുപാട് നാളിന് ശേഷമാണ് ശരത് സാറിനെ ഞാൻ നേരിട്ട് കാണുന്നത് സർ. പക്ഷെ ഈ ധൈര്യം സമ്മതിക്കണം, ഈ പാട്ട് ഇവിടെ പാടാൻ കാണിച്ച ധൈര്യം അല്ലേ ശരത് സാറേ? ശരത് സാർ എപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള ആള് തന്നെയായിരുന്നു. അതാണ് എല്ലാവരും ശരത് സാറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാരും വെച്ചിരിക്കുക. ശരത് സാർ കുറച്ചുമ്പോ ഇവിടെ വന്ന് പറഞ്ഞു പോയി സാർ ഒന്ന് വരാവോ, അതായത് സാറ് നേരത്തെ പറഞ്ഞു എല്ലാരും പറഞ്ഞു സാർ ഭയങ്കര കുട്ടിത്തമാണെന്നൊക്കെ പറഞ്ഞു. അല്ല, സാറിന് വേറൊരു മുഖമുണ്ട്, ഇപ്പൊ കാണാൻ പോവാണ്. ശരത് സാറിന് വൺ ഓഫ് ദ ഫേവറേറ്റ് ആളാണ് അഞ്ജു ചേച്ചി എന്ന് പറയുന്നത് അല്ലേ ചേട്ടൻ? ഓ എന്താണ് വിശേഷം? നല്ല വിശേഷം. എനിക്ക് ഭയങ്കര സന്തോഷമായി സാറിനെ കണ്ടപ്പോ.
ഫ്രോഡ് കള്ളത്തര പ്രാടൊന്നുമല്ല ആണ്. ശരിക്കും കളിയാ. അല്ല എങ്ങനെയുണ്ട് ജീവിതം? നന്നായിട്ട് പോകുന്നു സാർ, സൂപ്പറാ. നന്നായിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. ഞാൻ സാറിനെ ഇങ്ങനെ അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാറിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ സാർ. പണ്ടത്തെക്കാട്ടും കുറച്ചും കൂടെ എല്ലായിടത്തും ലൂസനപ്പ് ആയിട്ടുണ്ട് കേട്ടോ. പഴയ അവർ ഇത് കാണിക്കുന്നില്ല, കുറച്ചും കൂടെ കാണിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. എങ്ങനെ കാണിക്കണം എന്ന് എന്ന് വെച്ചാ പണ്ട് കുറച്ച് പിള്ളേരൊക്കെ തെറി വിളിക്കണോന്ന് അല്ലേ? അങ്ങനെ വേണ്ട, ഞങ്ങളെയൊക്കെ ഇതെന്നിടെ? അത് കൊച്ചുങ്ങളല്ലേ നമ്മൾ ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് മാറി സാർ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഫോർവേഡ് ട്രെൻഡിനോടൊപ്പം സഞ്ചരിക്കുന്നതാണ് സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് സാർ. പൂക്കിയായി മാറും. അത് പറഞ്ഞപ്പോഴാ ശരത് സാർ നമ്മുടെ പിള്ളേരുടെ ഇടയിലെ പൂക്കിയാണ് അല്ലേ? ഇത് ഇങ്ങനെ കണ്ടോ, കൈയടിച്ചു കൊടുക്കൂ. ഞാൻ പോക്കിയ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്? അല്ല, ഞാൻ ആ ധൈര്യം കാണിച്ചതിന്, അതായത് പുള്ളിക്കാരത്തി പാടിയ പാട്ട് ഈ ഒരു വേർഷനിൽ കേട്ടപ്പോ ശരത് സാറിന് എന്ത് തോന്നി? എനിക്ക് കുറെ സന്തോഷമായി. എനിക്ക് അല്ലെങ്കിലും ഇവളെ കുറെ ഇഷ്ടമാണ്. അന്ന് പാടുന്ന ആ കാലം തൊട്ട് കുറെ ഇഷ്ടമാണ് അഞ്ജുവിന്. പിന്നെ നമ്മൾ എത്രയോ വേദികളിൽ കണ്ടേക്കുന്നു ആങ്കറായിട്ടും. ആ സമയത്തൊക്കെ ഇവിടെ അടുത്ത് എനിക്ക് ആങ്കർ ആയിരുന്നു. സത്യം, ഞാനൊരു സ്ഥലത്ത് ആങ്കർ ചെയ്യാൻ നിൽക്കുമ്പോ സാർ എന്റെ അടുത്ത് നീയാ ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലേ? പിന്നെ അല്ല പക്ഷെ ചെയ്തു കേട്ടോ. എന്തോ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു സാർ. മറ്റേ ആദ്യം വരുമ്പോ പറയില്ലേ നേരത്തെ ഇവിടെ ആ ഗെയിംസിലെല്ലാം ഞാൻ തോറ്റായിരുന്നു. യെസ്, അതും കൂടെ പറഞ്ഞേക്കാം. എല്ലാം തോറ്റായിരുന്നു കേട്ടോ കൃത്യമായിട്ട്. ഇതിപ്പോ സ്റ്റേജിൽ പാടിയ പാട്ട് ശരത് സാർ അത് ജഡ്ജ് ചെയ്യുവാന്നിരിക്കട്ടെ. എന്റെ ദൈവം നമുക്ക് ആ judgment ഒന്ന് കേൾക്കുന്നതിനെ പറ്റി എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അല്ല, അത് അങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കണം. അല്ല 2007 ശരത്തൊക്കെ ചത്ത് ഞാൻ തന്നെ അടക്കം ചെയ്ത്. അതൊന്നുമില്ല, അത് അവിടെ ഉഗ്രം പാട്ടുകാരിയല്ലേ. അത് കുറെ ഇഷ്ടമാണ്. ശരത് സാറിന്റെ ജഡ്ജ്മെന്റ് ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. അത് പറയാം. പോരട്ടെ സാർ. അഞ്ജു എന്തോ ഈ പാടിയത് സാർ എനിക്ക് അറിഞ്ഞൂടാ സാർ. അല്ല, തിരിച്ചു മറ്റേ ഭയങ്കര റിയാലിറ്റി ഷോയിലായിരുന്നു എന്നുള്ള രീതിയിൽ. അന്ന് ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു സാർ. അഞ്ചു എന്താണ് അഞ്ചു പാടിയത്? സാർ എനിക്ക് അറിഞ്ഞൂടാ സാർ. ഇങ്ങനെ തന്നെ ആയിരുന്നു അന്ന്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പ്രോമിസ് കൊടുത്ത് പോയാലോ ശരത് സാറേ? ഇനി അടുത്ത പാട്ടിൽ ഞാൻ അഞ്ജുനെ കൊണ്ട് പാടിപ്പിച്ചിരിക്കും. സാർ ധൈര്യം ഉണ്ടെങ്കിൽ പറ സാർ. ധൈര്യം ഉണ്ടെങ്കിൽ പറ. എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ ഇവിടെ കൊണ്ട് പാടിക്കും ഉറപ്പായിട്ട്. എനിക്ക് ഇതിന്റെ പാട്ട് ഇഷ്ടമാടാ. ഞാൻ ഒരു 4 ഫിലിം ചെയ്യുന്നുണ്ട്. പക്ഷെ അണ്ണന്മാരൊക്കെ ഉടനെ തുടങ്ങണം. അവരെന്റെ ഷഷ്ടി പൂർത്തിക്ക് അത് പടം തുടങ്ങിയാൽ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പെട്ടെന്ന് തുടങ്ങട്ടെ. എല്ലാം നല്ല പ്രോജക്ട്സ് ആണ്. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കാണാം. ഞാൻ കള്ളമല്ല അഞ്ജു. ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് മാത്രമേ കള്ളം പറയാറില്ല. അത് വേറെ മാർഗമില്ലാത്തതുകൊണ്ട്. അവള് പാവം. മനസ്സിലാക്കട്ടെ, എല്ലാരും കാണട്ടെ. ഇവിടുന്ന് ഒന്നും ചെയ്യില്ലല്ലോ, അവിടെ ചെല്ലുമ്പോഴല്ലേ ചെയ്യുള്ളൂ. അതുപോലെ എലീന ആനി പായസം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കാണിച്ചിട്ടില്ല. വരൂ, അത് അവര് നടന്നോണ്ടിരിക്കുവല്ലയോ. അതിന്റെ പായസം ആയതുകൊണ്ട് പെട്ടെന്ന് വരില്ലല്ലോ. അപ്പൊ എന്തായാലും സാർ അവിടെ ഇരുന്നോളൂ, പായസം എത്തിയിരിക്കും. ഒപ്പം എന്റർടൈൻമെന്റ്.